ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വരുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ബാച്ച് 2026 എടുക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ എക്സാമിനേഷനും എല്ലാ സെലക്ഷൻ പ്രൊസീജിയേഴ്സും നടക്കുന്നത് 2025 എന്ന് പറയുന്ന ഒരു ടൈം ലൈനിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് സമയമുണ്ട്. ആ ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല പോസ്റ്റിലേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വരുന്നതാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെന്റ് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ ഒരു ചാൻസ് അവരിപ്പോൾ തുറന്നിട്ടുള്ളത്. അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റ് ആണ്. ഗ്രൂപ്പ് എ ഗസറ്റഡ് ഓഫീസർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല വിളിച്ചിട്ടുള്ള വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ 140 വേക്കൻസീസ് ജനറൽ ഡ്യൂട്ടിക്കും ടെക്നിക്കൽ ബ്രാഞ്ചസിലുമായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. ജനറൽ ഡ്യൂട്ടിയും ഉണ്ട്, അതുപോലെ തന്നെ ടെക്നിക്കൽ ബ്രാഞ്ചിന് വേണ്ടിയായിട്ടും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവന്റ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുള്ളത് 28 നവംബറിനാണ്. ഇന്നലെയാണ് നോട്ടീസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 5 ഡിസംബർ 5-ന് തന്നെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ആവുകയാണ്. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഡിസംബർ 5-ന് ഓപ്പൺ ആവും. എൻഡിങ് ഡേറ്റ് എന്ന് പറയുന്നത് 24 ഡിസംബറിനായിരിക്കും. ഡിസംബർ 24 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട് കേട്ടോ. ഡിസംബർ 24 വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. പക്ഷേ സ്റ്റേജ് 1 എക്സാമിനേഷൻ എല്ലാം നടക്കുന്നത് എങ്ങനെയാണ്, 2025 കാരണം 2026 റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് ഇത് വിളിച്ചിട്ടുള്ളത്. 2026 ഇതിന്റെ ഫുൾ സെലക്ഷനും കഴിയത്തുള്ളൂ. കാരണം ഒരു 5 സ്റ്റേജസ് ഓഫ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ആണ് ഇതിലുള്ളത്. നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് റിക്രൂട്ട്മെന്റ് കാരണം ഗ്രൂപ്പ് എ പോസ്റ്റ് ആയതുകൊണ്ട്, നമ്മുടെ ഗസറ്റഡ് ഓഫീസർ പോസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ഇത്രയും സീരീസ് ഓഫ് സെലക്ഷൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റേജ് 1 എക്സാമിനേഷന്റെ ഡേറ്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഓൺലൈൻ എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 25 ഫെബ്രുവരി ആണ്. 25 ഫെബ്രുവരി 2025 നടക്കാൻ പോകുന്നത്. സ്റ്റേജ് 2 നമ്മുടെ ഈ പറയുന്ന പോലെ ഇന്റർവ്യൂ പ്രോസസ്സ് പോലത്തെ കുറച്ച് കൊഗ്നിറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന മാർച്ച് 2025 അതായത് ബാക്കി ടെസ്റ്റുകളെല്ലാം ഏകദേശം നടക്കാൻ പോകുന്നത് ഈ പറയുന്ന ഏപ്രിൽ ടു ഒക്ടോബർ 2025 ഇടയിൽ വെച്ചിട്ടായിരിക്കും. നിങ്ങളുടെ മെഡിക്കലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ആ ഒരു ടൈമിങ്ങിലായിരിക്കും കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ വാക്കൻസീസ് ലിസ്റ്റിംഗ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ജനറൽ ഡ്യൂട്ടിക്ക് 110 വാക്കൻസി ഉണ്ട് കേട്ടോ. ജനറൽ ഡ്യൂട്ടിക്കാണെങ്കിൽ 110 വാക്കൻസിയും ടെക്നിക്കൽ എന്ന് പറയുന്ന പോസ്റ്റ് എഞ്ചിനീയറിംഗ് ഉള്ളത് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് 30 പേർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് 140 വാക്കൻസി ടോട്ടലി വിളിച്ചിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ദീസ് വാക്കൻസീസ് ടെൻറ്റേറ്റീവ് ആണ്. ഇതെന്ത് ചെയ്യാൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ടെന്നും അവരെന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് പറഞ്ഞിട്ടുണ്ട്. SC ST OBC EWS UR കാറ്റഗറിക്കുള്ള വാക്കൻസി സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് ചാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജനറൽ ഡ്യൂട്ടിക്ക് നമ്മൾ ഈ പറയുന്ന OBCക്ക് 38ഉം UR കാറ്റഗറിക്ക് 40 വാക്കൻസി വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അലോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം നോക്കുക, പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഇതിൻ്റെ റിട്ടേൺ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് പറ്റുമെന്ന് ഉറപ്പുള്ളവർ എന്തായാലും അപ്ലൈ ചെയ്യുക. റിക്രൂട്ട്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വരുന്നതാണ്. അസിസ്റ്റന്റ് കമാൻഡന്റ് ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ പോസ്റ്റാണ് വിളിച്ചിട്ടുള്ളത്. നമ്മുടെ 140 വാക്കൻസി അലോട്ട് ചെയ്തിട്ടുണ്ട്. പേ സ്കെയിൽ എന്ന് പറയുന്നത് 56,000 തൊട്ട് തുടങ്ങി 1 ലക്ഷത്തിൽ പുറത്തുള്ള സാലറിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞത് കേട്ടോ. 1 ലക്ഷത്തിൽ പുറത്ത് നിങ്ങൾ 1 ഇയറിന് അടുപ്പിച്ച് വരുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ 1 lakh പ്ലസ് ആയിരിക്കും. മാക്സിമം ആ ഒരു 1 lakhന്റെ എബോവ് ആയിട്ട് തന്നെയാണ് സാലറി എന്ത് ചെയ്തിരിക്കുന്നത്, അവർ ഫിക്സ് ചെയ്തിരിക്കുക. കാരണം ലെവൽ 10 ആണ് അവരുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ മോഡ് എന്ന് പറയുന്നത് ഓൺലൈൻ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ കയറേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് joinindiancoastguard.cdec എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ https joinindiancoastguard.cdec എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് വരും, റിക്രൂട്ട്മെന്റിന്റെ ഇത് ആപ്ലിക്കേഷൻ മോഡ് ഓപ്പൺ ആവും. 5 ഡിസംബറിന് തൊട്ടാണ് കേട്ടോ, അന്ന് മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് 5 ഡിസംബറാണ്. അന്ന് മുതലേ ഓൺലൈൻ ഈ ഒരു വെബ്സൈറ്റ് അവൈലബിൾ ആയി കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ സെലക്ഷൻസും ബാക്കി കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇനി അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബോൺ ഏജ് നോക്കുക. ഏജ് കാരണം കുഞ്ഞു ആൾക്കാർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് കൂടുതൽ ചാൻസ്. അതായത് അത്യാവശ്യം നിങ്ങളുടെ ജോബ് സെക്യൂരിറ്റി വരുന്നത് എത്ര വയസ്സ് തൊട്ടെന്നാണെന്ന് നോക്കിയേ. ജനറൽ ഡ്യൂട്ടിക്കാർക്കാണെങ്കിൽ 21 to 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ 21 to 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർ പറയുന്ന ഡേറ്റിംഗ് ടൈം കണ്ടോ,
ജൂലൈ 2025, ജൂലൈ 1, 2025, ജൂലൈ 1, 2025 നിങ്ങളുടെ വയസ്സ് എത്രയായിരിക്കണം? 21നും 25നും ഇടയ്ക്കായിരിക്കണം. ജൂലൈ 2025 നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് 21 to 25 എന്നുള്ള കാര്യമാണ് പറയുന്നത്. ടെക്നിക്കലിനാണെങ്കിലും 21 to 25 ഇയേഴ്സ് തന്നെയാണ് ജൂലൈ 2025. നിങ്ങളുടെ ഡേറ്റ് നോക്കുന്ന എന്നാണ്? ജൂലൈ 1 എന്ന് പറയുന്ന ബേസിസിലാണ് നോക്കുന്നത് കേട്ടോ. അപ്പം അന്ന് നിങ്ങൾക്ക് 21 to 25 വയസ്സായിരിക്കണം ഉണ്ടാവേണ്ടത്. പിന്നെ കോസ്റ്റ് ഗാർഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ 5 years റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്തവരാണെങ്കിൽ 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബോത്ത് കാറ്റഗറിയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ഡ്യൂട്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മതി? ബാച്ചിലേഴ്സ് ഡിഗ്രി മതി. ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. പക്ഷെ ബാച്ചിലേഴ്സ് ഡിഗ്രി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാത്തമെറ്റിക്സ് ആൻഡ് ഫിസിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവരായിരിക്കണം. അതായത് നിങ്ങൾ +2ലും മാത്തമെറ്റിക്സ് ഫിസിക്സ് എടുത്തവരായിരിക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടോ +2ൽ നിങ്ങൾ മാത്തമെറ്റിക്സ് ഫിസിക്സ് എടുത്തവരായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഡിഗ്രിക്ക് പകരം ഡിപ്ലോമ എടുത്തവരാണെങ്കിൽ ഡിപ്ലോമയിൽ നിങ്ങളുടെ സബ്ജക്റ്റ് എന്തൊക്കെ വരണം? ഫിസിക്സും മാത്സും വന്നവരായിരിക്കണം. അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് കൂടുതലും ഇതിലേക്ക് എന്തുള്ള എൻട്രി ഉള്ളതെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കൂടുതൽ എൻട്രി ഉള്ളതെന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. ഫിസിക്സ് മാത്സ് നിങ്ങളുടെ ഒരു സബ്ജക്റ്റായിട്ട് കോർ സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചവരായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ പോസ്റ്റിലേക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം. എന്തില്? ഒന്നി നേവൽ ആർക്കിടെക്ചറിലായിരിക്കണം, അല്ലെങ്കിൽ മെക്കാനിക്കലിനായിരിക്കണം, മറൈനിലായിരിക്കണം, അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ്, അല്ലെങ്കിൽ മെക്കാട്രോണിക്സ് ഓർ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ മെറ്റലർജി, എയറോനോട്ടിക്കൽ ഓർ എയറോസ്പേസ്. ഇത്രയും എഞ്ചിനീയറിംഗ് ഡിവിഷൻസിന് എന്ത് ചെയ്യാം? ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എഞ്ചിനീയറിംഗ് ഏതിലൊക്കെ? മെക്കാനിക്കൽ, മറൈൻ, ഓട്ടോമോട്ടീവ്, മെക്കാട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ, പ്രൊഡക്ഷൻ, മെറ്റലർജി, എയറോനോട്ടിക്കൽ, എയറോസ്പേസ്. ഇത്രയും ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. കൂടാതെ ഇലക്ട്രോണിക്സും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. താഴോട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഏജിൻ്റെ കാറ്റഗറി വരുമ്പോൾ നമുക്കറിയാം OBCക്ക് ആണെങ്കിൽ എത്ര റിലാക്സേഷൻ? 3 വർഷം കൂടെ കൊടുത്ത് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/STക്ക് ആണെങ്കിൽ എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം? +5 ആണ്, 30 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാം. ആ ഒരു പോയിന്റും കൂടെ നിങ്ങൾ അവിടെ ആലോചിക്കുക കേട്ടോ. ഇത്രയും കാര്യം കൂടെ അവിടെ ആലോചിക്കുക. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. ജനറൽ ഡ്യൂട്ടിക്കാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ +2 നിങ്ങൾ എന്തിലായിരിക്കണം? വിത്ത് +2 നിങ്ങൾ എന്തിലായിരിക്കണം? ഫിസിക്സ് മാത്സ് എടുത്തവരായിരിക്കണം. ടെക്നിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ സ്റ്റേജസ് ആണ് അറിയേണ്ടത്. കാരണം ഇത്രയും വലിയൊരു പോസ്റ്റിലേക്ക് വിളിക്കുന്നത് കൊണ്ട് തന്നെ സാലറി അത്യാവശ്യം നമുക്ക് ആദ്യം തന്നെ ഒരു 50,000 പുറത്താണ് സാലറി വരുന്നത്. ഏകദേശം 60,000 പ്ലസ് നിങ്ങൾക്ക് അലവൻസും എല്ലാം കയറി വരുമ്പോൾ 1 ലക്ഷം അടുപ്പിച്ച് തന്നെ നിങ്ങളുടെ സാലറി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജസ് ഒരുപാട് അവർ കുറേ ഫിൽറ്ററിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് ഗാർഡ് കമാൻഡന്റ് കോമൺ കോസ്റ്റ് ഗാർഡിൻ്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ്. അതായത് നിങ്ങളുടെ റിട്ടൺ എക്സാമിനേഷൻ പോലെ, അതായത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. നിങ്ങൾക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, ഏതൊക്കെ സബ്ജക്റ്റിൽ? ഇംഗ്ലീഷ്, റീസണിങ്, ജനറൽ സയൻസ്, മാത്സ്, ജനറൽ നോളജ്, ഇത്രയും സബ്ജക്ട്സിൽ നിങ്ങളുടെ ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. കമ്പൈൻഡ് CGCAT എക്സാം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഡേറ്റ് ആണ് ഫെബ്രുവരിയിൽ വരുന്നത് കേട്ടോ. ഫസ്റ്റ് നടത്തുന്ന എക്സാമിനേഷൻ ആണ്. 4 മാർക്കാണ് ഈച്ച് കറക്റ്റ് ആൻസറിന്. 4 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ നിങ്ങൾക്ക് 4 മാർക്കും, ഒരു നെഗറ്റീവ് മാർക്കാണ് എത്ര വരുന്നത്? ഇൻകറക്റ്റിന് വരുന്നത്. ഇൻകറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക് പോവുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് വരുന്ന ടൈം 2 മണിക്കൂർ ടൈമാണ്. 2 മണിക്കൂറിൽ എത്ര ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്? ഓക്കെ, 25 വീതമാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. എത്ര? നമുക്ക് ഇംഗ്ലീഷിനാണെങ്കിൽ 25 ക്വസ്റ്റ്യൻ, റീസണിങ്ങിനാണെങ്കിൽ 25 ക്വസ്റ്റ്യൻ, ജനറൽ സയൻസ് അല്ലെങ്കിൽ മാത്തമെറ്റിക്സിനാണെങ്കിൽ 25 ക്വസ്റ്റ്യൻ. ജനറൽ സയൻസും മാത്സും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ. എത്രയാണ്? നമുക്ക് 25 വീതമാണ്. കറക്റ്റ് ആൻസറിന് 4 മാർക്കും, ഇൻകറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക് നെഗറ്റീവോ ആയിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെയാണ് സെക്ഷൻ ബേസ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് എന്നുള്ള രീതിയിൽ വേണം കേട്ടോ. നോർമലൈസേഷൻ സ്കോറിന് കൂടുതൽ കിട്ടുന്ന എല്ലാ പേരെയും അവരെന്തിൽ ചേർക്കും? സ്റ്റേജ് 2ലേക്ക് സെലക്ട് ചെയ്യുക തന്നെ ചെയ്യും കേട്ടോ. സ്റ്റേജ് 2ലേക്ക് സെലക്ട് ചെയ്യുക തന്നെ ചെയ്യും. ആ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് നമുക്ക് 2 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഈസി ടാസ്ക് ആണ്. ശരിക്കും പറഞ്ഞാൽ SSC RRB ഒക്കെ പഠിക്കുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ജനറൽ നോളജ് 25 മാർക്കിനായാലും GK നോളജ് ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ,
അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി സ്റ്റേജ് 2 ആണെങ്കിൽ ഫസ്റ്റ് റിട്ടൺ എക്സാമിനേഷൻ ക്വാളിഫൈ ആവുന്നവർ ഏതിലേക്ക് കടക്കുകയാണ്? പ്രിലിമിനറി സെലക്ഷൻ ബോർഡിലേക്ക്. ഒരു പ്രിലിമിനറി സെലക്ഷൻ ബോർഡ് ഉണ്ട്, ഏപ്രിൽ ടൈമിലൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് മാർച്ചിലാണ് പ്രിലിമിനറി സെലക്ഷൻ ബോർഡ് നടക്കുന്നത്. ഇത് നടക്കാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയിഡ അല്ലെങ്കിൽ എന്താണ് മുംബൈ അല്ലെങ്കിൽ ഗോവ, ചെന്നൈ, കൊൽക്കത്ത, ഷില്ലോങ്, ഗാന്ധിനഗർ, ഇത്രയും സെൻറ്റർ ആണുള്ളത്. ആകെ ഇത്ര സെൻറ്ററാണ് എന്തിനുള്ളത്? പ്രിലിമിനറി സെലക്ഷൻ ബോർഡ് വച്ചിട്ടുള്ള സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ആദ്യമേ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചോദിക്കും, ഗിവൺ ദെയർ ചോയ്സ് അറ്റ് ദ PSB സെൻറ്ററിൻ്റെ ചോയ്സ് നിങ്ങളടുത്ത് അവിടെ ചോദിക്കും. അപ്പോൾ നമ്മൾ റിലേറ്റബിൾ ആയിട്ട് എവിടെയാണോ അടുത്ത് നിൽക്കുന്നത്, ഇപ്പോൾ ചെന്നൈ ആണെങ്കിൽ നമുക്ക് ചെന്നൈ ആയിരിക്കും ഏറ്റവും അടുത്തെങ്കിൽ ചെന്നൈ കൊടുക്കുക, മുംബൈയിൽ പോകണമെന്നുള്ളവരാണെങ്കിൽ മുംബൈയിൽ പോയി കൊടുക്കുക. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. ഫില്ലിംഗ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ PSBയുടെ സെൻറ്റർ, ഈ ഒരു പ്രിലിമിനറി സെലക്ഷൻ ബോർഡിൻ്റെ സെൻറ്റർ നിങ്ങളടുത്ത് ചോദിക്കും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കുക. ഇതിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് കൊഗ്നിറ്റീവ് ബാറ്ററി ടെസ്റ്റ്. നിങ്ങളുടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കൊഗ്നിറ്റീവ് ബാറ്ററി, നിങ്ങളുടെ എങ്ങനെയാണ് ലോജിക്കലി നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് അറിയാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് അറിയാൻ നിങ്ങളെ മെൻ്റൽ ടെസ്റ്റുകൾ ചെയ്യുന്ന കുറേ സാധനമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൽ മാത്രമല്ല പിന്നെ എന്താണ് പിക്ചർ പെർസെപ്ഷൻ, നിങ്ങളുടെ മെമ്മറി ടെസ്റ്റ്, ഡിസ്കഷൻ ടെസ്റ്റ്, ഒരു ടോപ്പിക്ക് തന്നിട്ട് അത് നിങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ള പലതരത്തിലുള്ള നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി, നിങ്ങൾ എത്രത്തോളം പ്രോപ്പർലി മെൻ്റലി ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡെവലപ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് CCTBയിൽ നിങ്ങളുടെ ഡിസ്കഷൻ ടെസ്റ്റ് ഇംഗ്ലീഷിലായിരിക്കണം പറയേണ്ടത്. നമുക്ക് മലയാളം ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതായിരിക്കണം, ഹിന്ദി ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതാണ് പറയുന്നത്. ഇതെന്താണ്? ക്വാളിഫയിങ് നേച്ചറാണ്. ഒന്നീ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് മാർക്കൊന്നുമല്ല, നിങ്ങൾ എയ്തർ പാസ്സാവും അല്ലെങ്കിൽ എന്താവും, ഫെയിൽ ആവും. അത് ഡയറക്റ്റ് അങ്ങനെ തന്നെ പറയും കേട്ടോ, പാസ് ഓർ ഫെയിൽ. നിങ്ങൾ ഈ ഒരു 2 എക്സാമിനും ക്വാളിഫയിങ് ആയിട്ടാണ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ, അത്യാവശ്യം ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, എടുക്കുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഫൈനൽ സെലക്ഷൻ ബോർഡാണ്. ഇതെന്ന് പറഞ്ഞാൽ ഫൈനൽ, ആദ്യം പ്രിലിമിനറി സെലക്ഷൻ ബോർഡ്, അത് കഴിഞ്ഞ് ഫൈനൽ സെലക്ഷൻ ബോർഡ്. ഇത് നടത്തുന്നത് എവിടെ വെച്ചിട്ടാണ്? പേഴ്സണൽ ലോഗിൻ IDs. അതായത് നിങ്ങൾ സ്റ്റേജ് 2 ക്ലിയർ ആയവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മെയിൽ IDയിലേക്ക്, കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ നിങ്ങളുടെ ബയോമെട്രി വെരിഫിക്കേഷൻസ് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ സ്റ്റേജസിലും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യും, കാൻഡിഡേറ്റ്സിൻ്റെ പേഴ്സണൽ ലോഗിൻ IDയിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് വരും. അപ്പോൾ നിങ്ങളുടെ FSB അതായത് ഫൈനൽ സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? നോയിഡയിൽ വെച്ചിട്ടായിരിക്കും കേട്ടോ. നോയിഡയിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ നടക്കുന്നത്. അത് എത്ര ദിവസത്തേക്കായിരിക്കും? 5 ദിവസത്തിൻ്റെ ഇൻ്റർവ്യൂ ആയിരിക്കും. 5 ദിവസത്തിൻ്റെ ഇൻ്റർവ്യൂ ബോർഡ് കണ്ടക്ട് ചെയ്തിട്ട് അതിലെന്തായിരിക്കും, സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഗ്രൂപ്പ് ടാസ്ക്, ഇൻ്റർവ്യൂ പോലുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളായിരിക്കും ഈ 5 ദിവസവും നടത്തുന്നത്. അതിൽ ക്വാളിഫൈ ആവുന്നവരായിരിക്കും അടുത്ത 4th റൗണ്ട് ആയിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റിലേക്ക് ക്വാളിഫൈ ആവുന്നത്. അവസാനം 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മെഡിക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൽ ട്രെയിനിങ് സെക്ഷനാണ്, ഇൻഡക്ഷൻ പീരീഡാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾ സെലക്ട് ആവുകയാണ് ചെയ്യുന്നത്. ട്രെയിനിങ് വരുന്നത് ഇന്ത്യൻ നേവൽ അക്കാഡമി, നമ്മുടെ ഏഴിമലയുള്ള ഇന്ത്യൻ നേവൽ അക്കാഡമിയിലാണ് എന്ത് വരുന്നത്, ഈ ഒരു ഓറിയൻറ്റേഷൻ വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്ററും ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഒരു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് പ്രോസസ്സാണ്. നിങ്ങൾ 2026 നിങ്ങൾ എന്ത് വരത്തുള്ളൂ, ജോലിയിലേക്ക് കയറത്തുള്ളൂ. പക്ഷേ അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സെക്യൂർഡ് ആവുന്ന ഒരു ജോബ് പോസ്റ്റിംഗ് ആണ്. ഡിഫൻസിൻ്റെ കീഴിലും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കീഴിലും ഒക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ വരുന്നതെന്ന് പറഞ്ഞാൽ ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 300 രൂപയും SC STക്ക് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 300 രൂപയാണ്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ഇനി ഇതിനേക്കാളും കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ PDF നമ്മൾ താഴെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ കയറി എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ റെഡിയാണ്, ഇതിലേക്ക് പോകാൻ ഒരു താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.